Reverend Father Thomas Tarain Episcopa, Father A.T. Thomas Arakin, Father Prasad Kirula Kobu, Father Rajan Abraham Kulamada, Father Kochuman Thomas, Free Anishan Ananda, Free Thomas Maman, Free Kuju Jacob. അതുപോലെ തന്നെ മഞ്ഞിക്കര തീർത്ഥയാത്രാ സംഘത്തിൻ്റെ വിവിധ ഭാരവാഹികൾ, പുരയ്ക്കൽ കുടുംബാംഗങ്ങൾ, മറ്റ് എല്ലാ നല്ല ആളുകളെയും ഞാൻ ഒറ്റ വാക്കിൽ സ്വാഗതം ആശംസിച്ചുകൊണ്ട്, അതുപോലെ തന്നെ രാഷ്ട്രീയ, സാമൂഹിക, സാമുദായിക രംഗങ്ങളിലൊക്കെയും വ്യക്തിമുദ്ര പതിപ്പിച്ചുകൊണ്ട് തിളക്കമാർന്ന സേവനങ്ങളുടെ ഉടമയായിരുന്ന പ്രിയപ്പെട്ട ജയകുടിച്ചായൻ ജേക്കബ് തോമസിൻ്റെ അനുസ്മരണ സമ്മേളനം നടത്തുന്നതായിട്ടൊരു അവസരമാകുന്നുണ്ട്. ഇത് ഒത്തിരിയേറെ കാര്യങ്ങൾ നമ്മിൽ നിന്ന് വാങ്ങിപ്പോകുന്ന ആളുകളെ കുറിച്ച് പറയാറുണ്ട്. പല ആളുകൾ അനുശോചന പ്രസംഗം നടത്തുമ്പോൾ പല ആളുകളും പറയാറുണ്ട്, ഈ ആളിൻ്റെ ദേഹവിയോഗം നമുക്കൊരു തീരാ നഷ്ടമായി പോയി എന്ന് പലപ്പോഴും പറയാറുണ്ട്. അത് ഞാൻ പല പ്രസംഗങ്ങളും കേട്ടിട്ടുള്ളപ്പോൾ തോന്നിയിട്ടുള്ളത് ഒരു അലങ്കാര ഭാഷയായിട്ട് അങ്ങനെ പറയുന്നത് മാത്രമേ ഉള്ളൂ, ചിലപ്പോൾ യാഥാർത്ഥ്യം കാണുകയില്ല. അതിൽ നിന്നൊക്കെ വളരെയേറെ വ്യത്യസ്തമായ ഒരനുഭവമാണ് ജയകുടിച്ചായനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് എല്ലാവർക്കും പറയാനായിട്ട് കഴിയുന്നത്. പുരയ്ക്കൽ കുടുംബവുമായി എൻ്റെ വളരെ ചെറുപ്പകാലം മുതൽ തന്നെ വളരെയേറെ പരിചയവും അതിലേറെ ആധ്യാത്മികമായ രംഗങ്ങളിൽ വളരെ ബന്ധവുമുണ്ട്. ബഹുമാനപ്പെട്ട പുരയ്ക്കൽ പി.എ. തോമസ് എപ്പിസ്കോപ്പാച്ചൻ്റെ 1ാം ചരമവാർഷികം നടന്നതായ അവസരത്തിൽ ഞാൻ ഓർക്കുന്നത് റാന്നി വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാന ചൊല്ലാനായിട്ട് വേറെ അച്ഛന്മാരാരും ഇല്ലായിരുന്നു. മറ്റുള്ള വൈദ്യർക്കൊക്കെയും അസോസിയേഷനോ മറ്റെന്തോ അത്യാവശ്യമായ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് റാന്നിയിൽ അന്ന് കുർബാന ചൊല്ലാൻ ആരുമില്ലായിരുന്നു. അന്ന് ഞാനാണ് റാന്നി വലിയ പള്ളിയിൽ വിശുദ്ധ കുർബാന അർപ്പിച്ച് പുരയ്ക്കൽ കുടുംബത്തിൽ പോയി അവിടെ ധൂപപ്രാർത്ഥന നടത്തിയതും പ്രാർത്ഥിച്ചതൊക്കെ ഞാൻ ഈ അവസരത്തിൽ ഓർക്കുന്നത്. അങ്ങനെ ആധ്യാത്മികമായ രംഗങ്ങളിലും സേവന രംഗങ്ങളിലൊക്കെയും അതുപോലെ ബഹുമാനപ്പെട്ട ആശയമായിട്ട് ഇപ്പോൾ വടസാറിൻ്റെ ആ സംഘത്തിൻ്റെ പ്രസിഡന്റ് ബുദ്ധിമദ്രാസനത്തിൻ്റെ അഭിവന്യ ജോസഫ് ഗ്രീഗോറിയോസ് തിരുമേനിയാണ്. അഭിവന്യ തിരുമേനിയെ കാണാനായിട്ട് ഞങ്ങൾ അവിടെ പോയി. തിരുമേനി ഇവരും അറിയിക്കണമല്ലോ. തീർത്ഥാടക സംഘം സമൂഹത്തിൻ്റെ പ്രസിഡന്റ് എന്നുള്ള നിലയിൽ തിരുമേനിയുടെ ശുപാർശ ആവശ്യമാണ്. അതിനുവേണ്ടി തിരുമേനിയെ കാണാനായിട്ട് ഞങ്ങൾ അവിടെ പോവുകയുണ്ടായി. അങ്ങനെ പോയതായ അവസരത്തിൽ പല കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ തിരുമേനി എന്നോട് ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അച്ചായനെ കണ്ടാൽ ഒരു ഷെറിയാറിൻ്റെ ഗമയുണ്ട്. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വ്യക്തിയാണ്. പല ഷെറിയാറന്മാരും ഒക്കെ ഉണ്ട്. എങ്കിൽ അച്ചായനെ ഷെറിയാർ സ്ഥാനം കിട്ടുന്നത് എനിക്ക് വലിയൊരു സന്തോഷമുണ്ട്. ഞാൻ റെക്കമെൻഡ് ചെയ്യാം. അത്രമാത്രം യോഗ്യതയുള്ള ശാരീരികമായിട്ടും അതുപോലെ സ്വാഭാവികമായിട്ടും കുടുംബപരമായിട്ടും ഒക്കെ എല്ലാ നിലയിലും ഏറ്റവും അതീവ യോഗ്യനായ ഒരു വ്യക്തിയാണല്ലോ അച്ചായൻ എന്ന് അഭിവന്യ തിരുവനന്തപുരം ഓർപ്പിക്കുകയുണ്ടായി. തിരുവേനിക്ക് വളരെയേറെ സ്നേഹമുള്ള ഒരാളാണ്. പരിചയപ്പെട്ട കാലം മുതൽ നിഗോടിച്ചായൻ്റെ നിര്യാണം അഭിവന്യ തിരുവേനിയെ ഞാൻ വിളിച്ചറിയിച്ചപ്പോൾ എന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ യാതൊരു നിർവാഹമില്ലല്ലോ വന്നെത്താൻ. എനിക്ക് അദ്ദേഹത്തെ വളരെ സ്നേഹമാണ്, വന്നാൽ കൊള്ളാമെന്നുള്ള ആഗ്രഹമുണ്ട്. കുളത്തുരുത്തി പള്ളിയുടെ പെരുന്നാൾ, അത് കഴിയുമ്പോൾ ഒരു കല്യാണമുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളുള്ളതുകൊണ്ട് എനിക്ക് വന്നു ചേരാൻ കഴിയുകയില്ല. എൻ്റെ അനുശോചനവും ദുഃഖവും ആ കുടുംബത്തെ അച്ഛൻ അറിയിക്കണമെന്ന് അഭിവന്യ തിരുവനന്തപുരം ഓർപ്പിക്കുകയുണ്ടായി. ഞങ്ങൾ അറിയിക്കുകയും ചെയ്തു. അങ്ങനെ ഏത് തുറയിലുള്ള ആളുകളുമായിട്ടും എത്തിപ്പിടിക്കാനായിട്ടുള്ള അവസരം ലഭിച്ചു കഴിഞ്ഞാൽ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇന്ന് ഇവിടെ ഈ യോഗം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ചും വളരെ സേവന മനോഭാവത്തോടുകൂടെ റാന്നിയുടെ എല്ലാ ഭാഗങ്ങളിലും ഓടിയെത്തിക്കൊണ്ടിരുന്നതായ ജയകുടിച്ചായനെ ഓർക്കുക എന്നുള്ളത് മഞ്ഞിനിക്കര തീർത്ഥയാത്രാ സംഘത്തിന് മാത്രമല്ല, റാന്നിയിലെ നാനാജാതി മതസ്ഥരുടെ ഒരാവശ്യമായിട്ടാണ് ഞാൻ കാണുന്നത്. ഇന്ന്
റാന്നി സെന്റർ മഞ്ഞനിക്കര തീർത്ഥയാത്ര സംഘം ആ വലിയ സ്മരണകൾ അയവിറക്കുന്നതിന് നമ്മുടെ ഷെവലിയർ ജേക്കബ് പി തോമസിനെ, ജയ്ക്കൊട്ടിച്ചായനെ ഓർക്കുന്നതിന് കാണിച്ചതായ ആ വലിയ താല്പര്യത്തെ ഓർത്ത് അവരുടെ ഭാരവാഹികളെ ആദ്യം അതിനെ അഭിനന്ദിക്കുന്നു. ജയ്ക്കൊട്ടിച്ചായനെ സംബന്ധിച്ച് ഞാൻ അന്ന് അദ്ദേഹത്തിന്റെ സംസ്കാര ശുശ്രൂഷയിൽ പ്രത്യേകമായിട്ട് സ്മരിച്ചിരുന്നു. ഒരു കാലഘട്ടത്തിൽ റാന്നിയിലെ എല്ലാ വിഭാഗങ്ങളിൽപ്പെട്ട ക്രൈസ്തവരും അതോടൊപ്പം തന്നെ ക്രൈസ്തവേതര വിഭാഗങ്ങളും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്തതായ ഒരു വ്യക്തിത്വമായിരുന്നു പുരക്കലെ അച്ഛന്മാര്. ഇതിനായ പി ജെ ജോസഫ് കോർപ്പിസ്കോപ്പായും ഇതിനായ പി ജെ തോമസ് കോർപ്പിസ്കോപ്പായും. അതുകൊണ്ടാണല്ലോ നനായ സമുദായത്തിൽ മെത്രാന്മാരില്ലായിരുന്ന കാലഘട്ടത്തിൽ സമുദായത്തിന്റെ അഡ്മിനിസ്ട്രേറ്ററായിട്ട് റാന്നിയിൽ നിന്നും പി ജെ തോമസ് കോർപ്പിസ്കോപ്പായ വന്ദിനായ പി ജെ തോമസ് കോർപ്പിസ്കോപ്പായ സമുദായത്തിന്റെ ഭരണപരമായും വിശ്വാസപരമായിട്ടുള്ള കാര്യങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി അഡ്മിനിസ്ട്രേറ്ററായിട്ട് തിരഞ്ഞെടുത്തത്. അതുകൊണ്ട് അങ്ങനെ സമൂഹത്തിന്റെ എല്ലാ തലങ്ങളിലും ആദരവ് പിടിച്ചു പറ്റിയതായ ഒരു കുടുംബം, ഒരു പുരോഹിത പാരമ്പര്യമുള്ള പൗരോഹിത്യ പാരമ്പര്യമുള്ള കുടുംബത്തിൽ സമൂഹമേറെ ആദരിക്കപ്പെട്ടിരുന്നതായ വന്യ കോർപ്പിസ്കോപ്പന്മാരുടെ കൊച്ചുമകനും മകനുമായിട്ട് ജനിക്കുവാൻ ഭാഗ്യം സിദ്ധിച്ചവനായിരുന്നു ജയ്ക്കൊട്ടിച്ചായൻ. അതുകൊണ്ടാണ് വാസ്തവത്തിൽ ആ ഒരു പാരമ്പര്യത്തിൽ നിലനിന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഈ മഞ്ഞനിക്കര തീർത്ഥയാത്ര സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നത്. എൻ്റെ സെക്രട്ടറി ആയിട്ട് അതോടൊപ്പം തന്നെ ഏതാണ്ട് 50 വർഷത്തിൽ പരം ഇവിടുത്തെ സാമൂഹിക, സാംസ്കാരിക, ആധ്യാത്മിക മണ്ഡലങ്ങളിൽ നിറഞ്ഞു നിൽക്കുവാനായിട്ട് സാധിച്ചു. ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച, ദൈവവിശ്വാസത്തിൽ പൂർണ്ണമായിട്ട് ആഴപ്പെട്ട ഒരു വ്യക്തിത്വമായിരുന്നു ജയ്ക്കൊട്ടിച്ചായൻ. അതിന്റെ വ്യക്തമായ തെളിവായിരുന്നു പരിശുദ്ധ സഭയോടുള്ള വലിയ ബന്ധം, അതോടൊപ്പം തന്നെ പരിശുദ്ധന്മാരുടെ മധ്യസ്ഥതയുള്ള അദ്ദേഹത്തിന്റെ വിശ്വാസം. ആ പരിശുദ്ധ പിതാവായ മഞ്ഞനിക്കരയിൽ കബറടങ്ങിയിരിക്കുന്ന മോറാന്റെ കബറിലേക്ക് എല്ലാ വർഷവും അദ്ദേഹം തീർത്ഥയാത്രയെ നയിച്ചു കൊണ്ടുപോകുവാനായിട്ടുള്ള അദ്ദേഹത്തിന്റെ ഉത്സാഹം, ഇതൊക്കെ എത്രമാത്രം അദ്ദേഹത്തിന്റെ തീഷ്ണത എത്രമാത്രം വലുതായിരുന്നുവെന്ന് നമുക്കെല്ലാവർക്കും നേരിൽ കാണുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ട്. നല്ല നിസ്വാർത്ഥമായ സേവനം ചെയ്യുന്നവർക്ക് മാത്രമേ ഇങ്ങനെയുള്ള രംഗങ്ങളിൽ മുന്നിട്ട് നിൽക്കൂ.